അപ്പോൾ ഉച്ചത്തേക്കുള്ള കറികളൊക്കെ പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുത്താലോ. രാവിലെ തന്നെ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്കൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കടുക് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയും കൂടിയിട്ട് ആവശ്യത്തിന് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റി വരുന്ന ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ മുതിരപ്പേരി കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ മോര് കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോര് കാച്ചുമ്പോൾ എപ്പോഴും ഞാൻ കടുകും ഉലുവയും പൊട്ടിക്കാറുണ്ട്. പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളി ചതച്ചതും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മോര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാകുന്നത് വരെ ഒന്ന് ഇളക്കി എടുത്താൽ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ മോര് കാച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പരിപ്പും ചക്കയും കൂടിയാണ് ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഇത് സാധാരണ ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് നമ്മൾ ചക്ക കട്ട് ചെയ്തതും ഒരു തക്കാളിയും ഇച്ചിരി ചെറിയുള്ളിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് വേവിച്ചെടുക്കുന്നത്. കുഞ്ഞിനും കൂടെ എടുക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കാതിരുന്നത്. പിന്നെ കുഞ്ഞിനുള്ളത് എരിവിടാതെ ഒന്ന് കടുക് താളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള കറിയിലേക്ക് മുളക് പൊടി തനിച്ചിട്ടിട്ട് ഒന്ന് കടുക് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് അടിച്ചു വാരാനുണ്ടായിരുന്നു. അപ്പോൾ അടിച്ചൊക്കെ വാരിയിട്ട് പെട്ടെന്ന് തന്നെ പോയി ഒന്ന് കുളിച്ചിട്ട് വന്നിട്ടാ. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു, അതങ്ങോട്ട് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻ വറുക്കാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ വറുത്തെടുത്തപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ റെഡിയായി. ഞാൻ ദേ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറികളും ആ കോമ്പിനേഷനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഊണ് അടിപൊളിയായിരുന്നു. കഴിച്ചാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്